നമ്മൾ ജീവിക്കുന്നത് ഇനി ഭൗതിക അന്തരീക്ഷത്തിലാണ് അല്ലേ? അപ്പൊ ഈ ഭൗതിക അന്തരീക്ഷത്തിൽ ഒരു ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ചിടത്തോളം, സന്യാസിമാരുടെ മാർഗമല്ല, മറിച്ച് ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ചിടത്തോളം ഒരു കടലിലേക്ക് നമ്മളെ പിടിച്ചിട്ടാൽ അവിടെ നമുക്ക് ഏറ്റവും ആവശ്യം നീന്തൽ അറിഞ്ഞിരിക്കുക എന്നതാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഭൗതികത വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ ഒരു തീർത്ഥാടനം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു ആത്മീയ അടനമാണ് അല്ലേ? ഒരു ആത്മീയ യാത്രയാണ്. തീർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? പുണ്യപുരുഷന്മാരുടെ പദങ്ങൾ പതിഞ്ഞ ഭൂമിയെ നമ്മൾ തീർത്ഥം എന്ന് വിളിക്കും അല്ലേ? അപ്പൊ ആ തീർത്ഥത്തിലേക്കുള്ള ഒരു അടനം എന്ന് പറയുമ്പോൾ അതൊരു ആത്മീയതയ്ക്ക് വേണ്ടിയിട്ടുള്ള മാത്രം ഒരു അടനമായിട്ടും ഒരു യാത്രയായിട്ടുമാണ് നമ്മുടെ സങ്കല്പത്തിലേക്ക് തീർത്ഥാടനം എന്ന വാക്ക് കടന്നു വരിക. ഇനി ശിവഗിരി തീർത്ഥാടന കാലഘട്ടം, 92ാമത് ശിവഗിരി തീർത്ഥാടന കാലഘട്ടം സമാഗതമായിരിക്കുകയാണ്. അപ്പൊ ഈ ശിവഗിരി തീർത്ഥാടന ലക്ഷ്യങ്ങളായിട്ട് ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ കൽപ്പിച്ചിട്ടുള്ള 8 കാര്യങ്ങൾ എന്തൊക്കെയാ? വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക വിദ്യ. ഇതാണ് ആ 8 ലക്ഷ്യങ്ങൾ അല്ലേ? അപ്പൊ ഇതിൽ ഒരിടത്ത് മാത്രമേ ഈശ്വരഭക്തി കടന്നു വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ എന്തിനു വേണ്ടിയുള്ളതാണ്? വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അവിടെ ഭൗതികവും ആത്മീയവുമായ വിദ്യാഭ്യാസം ഉണ്ട് കേട്ടോ, രണ്ടും കൂടി അതിൽ പെടുന്നുണ്ട്. ബാക്കി വരുന്നതൊക്കെ എന്തിനു വേണ്ടിയുള്ളതാ? മനുഷ്യൻ്റെ ഭൗതിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു മനുഷ്യന് ജീവിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട കാര്യം എന്ത് തന്നെയാണ്? മനുഷ്യ സമൂഹത്തിന് അഭിവൃദ്ധി കൈവരിക്കണം എന്നുണ്ടെങ്കിൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇങ്ങനെയല്ലേ പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് നമ്മൾ പറയാം. അപ്പൊ ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കണമെങ്കിൽ അർത്ഥം നമുക്ക് ആവശ്യമാണ്, ധനം നമുക്ക് ആവശ്യമല്ലേ? അപ്പൊ ആ ധനസമ്പാദന മാർഗങ്ങൾ എന്ന തരത്തിലാണ് കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നിങ്ങനെ 4 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഗുരു ഉപദേശിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പായ ജനുവരി 1-ാം തീയതിയാണ് ശിവഗിരി തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ആ ദിവസം അവിടുത്തെ തീർത്ഥാടന വേദിയിലെ പന്തലില് ഈ 8 വിഷയങ്ങളിൽ പ്രാഗൽഭ്യമുള്ള ആളുകൾ വന്ന് സംസാരിക്കണം. അത് നമ്മൾ കേൾക്കണം. അത് ഈ 1-ാം തീയതി തന്നെ, ജനുവരി 1-ന് തന്നെ വെച്ചതിൻ്റെ കാര്യം എന്തായിരിക്കും? നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഇന്ന് തൊട്ട് ഞാൻ വെളുപ്പിന് 4 മണിക്ക് എണീക്കും, ഇന്ന് തൊട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പോകും, എല്ലാ ദിവസവും ഞാൻ വ്യായാമം ചെയ്യും, അങ്ങനെ കുറേ അധികം തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്ന ഒരു ദിവസം ഏതാ? ജനുവരി 1 അല്ലേ? എത്ര തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കുന്നതല്ലേ ജനുവരി 1-ാം തീയതി. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2-ാം തീയതി ആകുമ്പോൾ അതിന് കുറച്ചൊരയവ് വരും. പിന്നെ അതൊരു 8-10-ാം തീയതിയൊക്കെ ആകുമ്പോഴേക്കും എഗെയിൻ ശങ്കരൻ ഈസ് ഓൺ ദി കോക്കനട്ട് ട്രീ. അങ്ങനെ ആവില്ലേ നമ്മൾ? അപ്പോൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ജനുവരി 1-നായത് കൊണ്ട് ഓരോ വർഷവും കാലചക്രം മുന്നോട്ട് ചരിക്കുമ്പോൾ അതിലെ ഓരോ വർഷവും പുതിയ പുതിയ ആശയങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഇതെല്ലാ വർഷവും ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആത്മീയമായ അറിവ് നേടുന്നതിനോടൊപ്പം നമ്മുടെ ഭൗതിക ജീവിതത്തെ കരുപ്പിടിപ്പിക്കാനുള്ള കാര്യങ്ങൾ കൂടി ഒരു മനുഷ്യൻ ആവശ്യമാണെന്ന് പറഞ്ഞു തന്ന ഗുരുക്കന്മാർ വളരെ വിരളമല്ലേ? അതാണ് ശ്രീനാരായണ ഗുരു എന്ന ഗുരുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു കാട്ടാനുള്ളത്. ശിവഗിരിയിൽ ഒരു സംസ്കൃത പാഠശാല ഉണ്ടായിരുന്നു. ശിവഗിരിയിൽ മാത്രമല്ല, ഗുരുവിൻ്റെ കർമ്മമണ്ഡലങ്ങളിലൊക്കെ ഗുരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിരുന്നു. ആലുവയിലുണ്ടായിരുന്നു സംസ്കൃത പാഠശാല. അപ്പോൾ ഈ ശിവഗിരിയിലെ സംസ്കൃത പാഠശാലയുമായിട്ട് ബന്ധപ്പെട്ട് തൃപ്പാദങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശിവഗിരിയിൽ തമിഴ്നാട്ടിൽ നിന്നും ഒരു പ്രസിദ്ധനായിട്ടുള്ള ധനികൻ ഗുരുവിനെ കാണാനായിട്ട് വന്നു. അപ്പം അദ്ദേഹം തൻ്റെ ധനത്തിൻ്റെ ഒരു ഭാഗം ഈ മഠത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ സംഭാവന നൽകുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് എത്തിച്ചേർന്നത്. അപ്പം അദ്ദേഹത്തോട് ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യം, ഈ സംസ്കൃത പാഠശാലയിലെ കുട്ടികൾക്ക് മെക്കാനിസവും അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായ കൃഷി രീതികളെക്കുറിച്ചും പഠിപ്പിക്കുവാനായിട്ട് പ്രഗത്ഭരായ കുറച്ച് ആളുകളെ നിങ്ങളുടെ നാട്ടിൽ നിന്നും എനിക്ക് എത്തിച്ചു നൽകണം എന്നൊരാവശ്യമാണ് ഗുരു വന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചത്. അതിൻ്റെ ഫലമായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഈ മെക്കാനിസവും അതോടൊപ്പം തന്നെ
ശാസ്ത്രീയമായ കൃഷി രീതികളെക്കുറിച്ചും ശാസ്ത്രീയ കൃഷിയെക്കുറിച്ചുമൊക്കെ പഠിക്കുവാനായിട്ട് ആളുകൾ അവിടെ എത്തി. ഈ ശിവഗിരിയിലെ സംസ്കൃത പാഠശാലയിൽ ഇത് പഠിപ്പിച്ചു പോരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. നമ്മൾ ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനുള്ളിൽ, വിദ്യാഭ്യാസ രീതിക്കുള്ളിലേക്ക് ചേർത്ത് വെച്ചത് എന്നാണ്? ഏതാണ്ട് 1967 ഇങ്ങനെ ഒരു ആശയം വിദ്യാഭ്യാസത്തെക്കുറിച്ച്, ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ട് നമ്മൾ നിയോഗിച്ച ഡോക്ടർ TS കോത്താരി കമ്മീഷൻ മുന്നിലേക്ക് വെച്ചത് അല്ലേ. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നൊരു ആശയം അന്നാണ് വന്നത് 1967. പിന്നെ അത് പ്രാവർത്തികമാക്കാൻ വീണ്ടും കുറച്ചധികം നാളുകൾ വേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞ ആശയം വളരെ നല്ലതായിരുന്നു. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ക്ലാസ് മുറികളാണെന്നാണ് ഡോക്ടർ TS കോത്താരി അന്ന് അഭിപ്രായപ്പെട്ടത്. എന്നാൽ അതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നൊരാശയം ക്രാന്തദർശിയായ ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ചു. അതുപോലെ ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നൊരു പദം, അതേക്കുറിച്ച് ആലോചിക്കുന്നു. നമ്മളൊക്കെ ആലോചിച്ചു തുടങ്ങുന്നതിനും എത്രയോ കാലം മുൻപാണ് സ്വാമി തൃപ്പാദങ്ങൾ അതിവിടെ അവതരിപ്പിച്ചു എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. വ്യവസായവും കൃഷിയും ഒക്കെ പുരോഗമിക്കണമെങ്കിൽ അതോടൊപ്പം ശാസ്ത്ര സാങ്കേതിക വിദ്യ ആവശ്യമാണെന്ന് ക്രാന്തദർശിയായ ഗുരു നേരത്തെ തന്നെ മുന്നിൽ കണ്ടിരുന്നു. ക്രിസ്തുമത വിശ്വാസികൾക്ക് കന്യകാസ്ത്രീ മഠം പോലെയുള്ള മഠങ്ങളുണ്ട് അല്ലേ. അപ്പം അതുപോലൊരു മഠം വനിതകൾക്ക് വേണ്ടിയിട്ട് തുടങ്ങണമെന്നൊരു ആവശ്യം ശിവഗിരിയിൽ അവതരിപ്പിക്കപ്പെട്ടു. അപ്പം ആ സമയത്തും തൃപ്പാദങ്ങൾ പറഞ്ഞൊരു അഭിപ്രായം ഇപ്രകാരമാണ്: സ്ത്രീകൾക്ക് തുന്നൽ പണികളും അതോടൊപ്പം കൈത്തൊഴിലുകളും എപ്രകാരമാണ് ധനം വിനിയോഗം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും ശിശു സംരക്ഷണത്തെക്കുറിച്ചും പഠിപ്പിക്കുന്ന പാഠശാലകളാണ് ആവശ്യം. അങ്ങനെയൊരു പാഠശാലയാണ് ഗുരു തൻ്റെ ആശയത്തിൽ മുന്നോട്ട് വെച്ചത്. മഠം എന്നതിന് പകരം ഇങ്ങനെയൊരു ആശയമാണ് ഗുരു മുന്നോട്ട് വെച്ചത്. ഇരിങ്ങാലക്കുടയിൽ ഒരു ക്ഷേത്രം സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ ഗുരുവിനെ സമീപിച്ചപ്പോൾ അപ്പോഴും അവരോട് തൃപ്പാദങ്ങൾ നിർദ്ദേശിച്ചത് ഇപ്പോൾ ക്ഷേത്രങ്ങളല്ല നിങ്ങൾക്ക് ആവശ്യം, മറിച്ച് വ്യവസായശാലകളും അതോടൊപ്പം തന്നെ ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനവുമാണെന്നാണ്. ഗുരുവിൻ്റെ ആ വാക്കുകൾ അവർ ശിരസ വഹിക്കുകയും ചെയ്തു. അപ്പം ആത്മീയതയ്ക്ക് മാത്രമല്ല ഭൗതികതയ്ക്കും ശ്രീനാരായണ ഗുരു ദർശനത്തിൽ ഇത്രയധികം പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഇത് ഗുരുവിൻ്റെ ജ്ഞാനമാർഗത്തിൻ്റെ അഥവാ ഗുരു നമുക്ക് കാട്ടിത്തരുന്ന ജ്ഞാനസരണിയുടെ ഒരു ഭാഗമാണ്. അപ്പം ഈ ഭൗതികതയോടൊപ്പം തന്നെ ആത്മീയത കൂടി കൂട്ടിക്കലർത്തിയെങ്കിലും മാത്രമേ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികളെ തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഭൗതികതയോടൊപ്പം തന്നെ ആത്മീയ മാർഗവും സ്വാമി തൃപ്പാദങ്ങൾ നമുക്ക് ഉപദേശിച്ചു നൽകി. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആത്മീയതയെ നമ്മുടെ ജീവിതത്തോടൊപ്പം ചേർക്കുന്നത്? ഭൗതികമായ വിദ്യാഭ്യാസം നേടി ഇന്നത്തെ തലമുറയ്ക്ക് ഭൗതിക വിദ്യാഭ്യാസം കുറവൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിലൊരു 99% ആളുകളും അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. എന്നാൽ പോലും ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ നേരിടാൻ പറ്റാതെ മുന്നിലൊരു മതിൽ വന്ന് നിൽക്കുന്നത് പോലുള്ളൊരു അനുഭവം, അതിനെ തരണം ചെയ്യാൻ പറ്റാതെ ഈ സംസാര സാഗരത്തിൽ പെട്ടുഴലുന്നവരാണ് നമ്മൾ 100% ആളുകളും അല്ലേ. അപ്പം ഈ സംസാര സാഗരത്തെ തരണം ചെയ്യാനുള്ള മാർഗമാണ് ഗുരു കാട്ടിത്തന്ന ആത്മീയ പാതയിൽ നിറച്ചിരിക്കുന്നത്. സംസാര സാഗരത്തെ തരണം ചെയ്യാൻ എന്തു വേണം? ആഴമേറും നിൻമഹസ ആഴിയിൽ ഞങ്ങളാകവേ ആഴണം, വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ഈശ്വരനിലേക്ക് നമ്മൾ സഞ്ചരിച്ചേ മതിയാകൂ അല്ലേ. അപ്പം ആ മാർഗത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഭക്തിമാർഗം എന്നല്ലേ. എന്താണ് ഭക്തിമാർഗം? ഭക്തി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഒരാളൊരു നല്ല ഭക്തനാണ് എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടുന്ന യോഗ്യതകൾ എന്തൊക്കെയായിരിക്കണം? 2 നേരവും കുളിക്കണം, വിളക്ക് കൊളുത്തണം, ക്ഷേത്രത്തിൽ പോകണം, ഈശ്വര മന്ത്രം ഉരുവിടണം. ഇതൊക്കെ ചെയ്താൽ ഒരാളൊരു നല്ല ഭക്തനാകുമോ? ആകുമോ?
ഈ ഭക്തി കൊണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിലെ ദുഃഖക്കടലിനെ തരണം ചെയ്യാൻ നമുക്ക് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ? പൂർണ്ണമായിട്ട് തരണം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? എന്തായിരിക്കും അതിന് കാരണം? നമ്മൾ ഭക്തി എന്ന് കരുതുന്നതല്ല യഥാർത്ഥ ഭക്തി എന്നുള്ളതുകൊണ്ട് തന്നെയല്ലേ? അത് തന്നെയാണ് അതിൻ്റെ കാരണം. അപ്പം ഈ ഭക്തിക്ക് ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ ഒരു നല്ല നിർവചനം നൽകിയിട്ടുണ്ട്. തൻ്റെ ദർശനമാല എന്ന കൃതിയിലെ ഭക്തി ദർശനം എന്ന ഭാഗത്ത് ഗുരു ഭക്തിക്ക് നൽകുന്ന നിർവചനം ഇങ്ങനെയാണ്: ഭക്തിരാത്മാനുസന്ധാനം. ആത്മാവിനെ അനുസന്ധാനം ചെയ്യലാണ് ഭക്തി. ആത്മാവിനെ അനുസന്ധാനം ചെയ്യുക. അനുസന്ധാനം ചെയ്യുക എന്നുള്ള വാക്കിന്റെ അർത്ഥം പിന്തുടരുക. ആത്മാവിനെ പിന്തുടരലാണ് എന്ത്? ഭക്തി എന്ന് പറയുന്നത്. ആത്മാവ് എവിടെ ഇരിക്കുന്നത്? ആത്മാവ് എവിടെ ഇരിക്കുന്നത്? മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തും ഒരു ദേവതയിങ്കൽ നിന്നെൻ പിണ്ടത്തിനമൃതു നൽകി വളർത്ത ശംഭോ. ഒരു ജീവിയുടെ സൃഷ്ടിയെക്കുറിച്ച് വളരെ സരളമായിട്ട് സരളാദ്വയ ഭാഷ്യകാരൻ എന്ന് ഗുരു ശങ്കരാചാര്യസ്വാമികളെ വിളിച്ചിട്ടുണ്ട്. എന്നാൽ ആ അദ്വൈതത്തെ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ സരളമായിട്ട്, കുറച്ചുകൂടി സരളമായിട്ട് ശ്രീനാരായണ ഗുരുസ്വാമി എന്ന മഹാഗുരു നമുക്ക് അവതരിപ്പിച്ച് തന്നിരിക്കുകയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരാൾക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഗുരു ഈ ആത്മാനുസന്ധാനത്തെ നമുക്ക് അവതരിപ്പിച്ച് തന്നിരിക്കുന്നു.